നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഏറെക്കാലമായി ഉദ്ഘാടനം കാത്തുകിടക്കുന്ന വെട്ടിക്കവല വില്ലേജ് ഓഫീസ് എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്താണ് വെട്ടിക്കവല വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചിരുന്നത്. കരാറുകാരൻ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ വെട്ടിക്കവല സർവീസ് സഹകരണ ബാങ്കിന്റെ ഇടുങ്ങിയ കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് നാളുകളായി പ്രവർത്തിച്ചു വരുന്നത്. പഞ്ചായത്തിലെ 12 വാർഡുകളിലെ താമസക്കാരാണ് ഈ വില്ലേജ് ഓഫീസിനെ ആശ്രയിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടേക്കെത്തുന്ന ആളുകൾ വില്ലേജ് ഓഫീസിന്റെ പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ്. പുതിയ കെട്ടിടത്തിൽ 7000-ഓളം രൂപയുടെ വൈദ്യുത ബിൽ കുടിശ്ശിക അടയ്ക്കാനുള്ളതിനാൽ KSEB ഇവിടുത്തെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണെന്നാണ് അധികാരികൾ പറയുന്നത്. അതേസമയം ഭരണസമിതി ഉന്നയിക്കുന്നത് വെറും മുടന്തൻ ന്യായമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായ S. ഷാനവാസ് ഖാൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. നിലവിലുണ്ടായിരുന്ന വെട്ടിക്കവല വില്ലേജ് ഓഫീസിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പുതിയതായി കെട്ടിടം പണിയുന്നതിന് വേണ്ടി തുക അനുവദിക്കപ്പെടുകയുണ്ടായി. ആ കെട്ടിടം പണിയെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും മറ്റ് ഇലക്ട്രിഫിക്കേഷന്റെ എല്ലാ പണിയും പൂർത്തിയായിട്ട് നാളുകളേറെയായി ഇട്ടും ഇപ്പോഴും വെട്ടിക്കവല വില്ലേജ് ഓഫീസ് വെട്ടിക്കവല സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള വാടക കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസ് ഏതാണ്ട് 7000-ഓളം രൂപയുടെ ബിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ആ ബിൽ കുടിശ്ശിക അടച്ചു തീർക്കാത്തതുകൊണ്ട് ഇപ്പോൾ പുതുതായി പണിഞ്ഞ് കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടത്തിൽ അതിനുള്ള വൈദ്യുത കണക്ഷൻ കൊടുക്കുന്നില്ല. ഈ കാരണം പറഞ്ഞാണ് ഈ കെട്ടിടം വാടക കെട്ടിടത്തിൽ നിന്നും നിലവിൽ പുതുതായി പണിഞ്ഞ കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയാത്തതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 11ഓളം വരുന്ന വാർഡുകൾ ഉള്ള വലിയ വെട്ടിക്കവല പഞ്ചായത്തിൽ തന്നെ 21 വാർഡുകളിൽ ഏതാണ്ട് 11-ൽ കൂടുതൽ വാർഡുകളുള്ള വില്ലേജാണ് വെട്ടിക്കവല വില്ലേജ്. ആ വെട്ടിക്കവല വില്ലേജിൽ നിരവധി ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിന് വരുന്ന ആളുകൾക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള ഈ വാടക കെട്ടിടം പിന്നീട് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അപ്പോൾ തികച്ചും ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് ഈ പുതുതായി പണിഞ്ഞ കെട്ടിടത്തിലേക്ക് ഈ വില്ലേജ് ഓഫീസ് മാറ്റാൻ കഴിയാത്തത് എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. ലക്ഷങ്ങൾ ചിലവഴിച്ച് കെട്ടിടം പണി പൂർത്തീകരിക്കാമെങ്കിൽ പണമടയ്ക്കാത്തതിനാൽ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് കേവലം സാങ്കേതിക തടസ്സമായി ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം എത്രയും വേഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ലൈവ് വാർത്ത, കൊട്ടാരക്കര.